ഇന്ന് ചെറിയൊരു ഡ്രോയിങ് ചലഞ്ച് ആയിട്ട് നമ്മൾ വന്നേക്കുന്നത്. എന്റെ ക്യാമറമാൻ, അതായത് എന്റെ ഇത്താത്ത, കുറച്ച് ഫോട്ടോസ് നമ്മളെ കാണിക്കും. ഇവനെ കൊണ്ട് ഈ പ്രായത്തിന് പറ്റിയ ഫോട്ടോസ് ആയിരിക്കും ഗൈസ് ഇത്. അപ്പൊ അതൊക്കെ നമ്മള് കറക്റ്റ് ഇതിൽ വരയ്ക്കണം ഗൈസ്. അപ്പൊ നമുക്ക് ചലഞ്ച് കേട്ടോ, ക്യാമറ. ഗൈസ് ഈ ചലഞ്ചിൽ 3 റൗണ്ടാണ് ഗൈസ് ഉള്ളത്. അപ്പൊ ഈ ചലഞ്ചിൽസ് റൂൾസ് നമ്മുടെ ഇത്താത്ത പറഞ്ഞു. ഓക്കെ, അപ്പൊ 3 റൗണ്ട്സിലും 3 ഡിഫറെന്റ് പിക്ചേഴ്സ് തരും. എന്നിട്ട് ആ പിക്ചേഴ്സ് വരച്ചിട്ട് ഔട്ട് ഓഫ് 10 ഒരു പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. 3 റൗണ്ട്സും കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ള ആളാണ് ജയിക്കുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ജഡ്ജ് ചെയ്യണത് ഏജ് വൈസ് ജഡ്ജ് ചെയ്യുക. അതായത് ഓരോരുത്തർക്കും പല പല ഏജ് ആയതുകൊണ്ട് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് എത്രയാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഈ ചലഞ്ചിൽ ജയിച്ചാൽ 1000 റുപ്പീസ് പ്രൈസ് കിട്ടുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ചലഞ്ചിലോട്ട് പോവാം. ടൈമിംഗ് ഉണ്ട്. 10 മിനിറ്റ്സ് ആണുള്ളത്. 10 മിനിറ്റ്സിനുള്ളിലാണ് നിങ്ങൾ ഓരോ പിക്ചേഴ്സും വരക്കേണ്ടത്. പക്ഷെ സിമ്പിൾ പിക്ചേഴ്സ് ആണ്. ഓക്കെ, ചലഞ്ചിലോട്ട് ചലഞ്ച് തുടങ്ങാം. കമോൺ ഗൈസ്, നമുക്ക് ഫസ്റ്റ് റൗണ്ട് തുടങ്ങാം ഗൈസ്. അപ്പൊ നമുക്ക് പിക്ചർ കാണിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പിക്ചർ കൂടെ കാണിക്കാം. ഗൈസ് നമുക്ക് ചലഞ്ച് തുടങ്ങാം. കമോൺ ഗൈസ്, ടൈമർ വെച്ചിട്ടുണ്ട്. കളറിംഗ് ഒക്കെ ഇതാ അല്ലേ? ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആണോന്നുണ്ട് ഡ്രോയിങ്. ഗൈസ്, അപ്പൊ ക്വാളിറ്റി കുറവാണെങ്കിൽ സോറി ഗൈസ്. അപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുണ്ട് പുറത്ത്, അതാണ് കേട്ടോ. എത്ര ടൈമിന് ബാക്കിയുണ്ട്? 8 മിനിറ്റ്സ്. കളർ ചെയ്താലും കളർ ചെയ്തെങ്കിലും ടൈം ആവുമ്പോ മേടിക്കോ ഡ്രോയിങ്? സോറി ഗൈസ്, ഞാൻ ഡ്രോയിങ് സൗണ്ട് ആണെങ്കിൽ സോറി ഞാൻ ഒന്ന് കളർ ചെയ്യാൻ ഞങ്ങൾക്ക് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവർക്ക് കളർ വയ്ക്കാൻ സമയത്ത് ഗ്യാപ്പ് കൊണ്ട് ഒരു 5 മിനിറ്റ്സ് കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സൗണ്ട് ആണെങ്കിൽ ശരിക്കും ചെയ്ത് അപ്പൊ നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡ്രോയിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഏകദേശം ഓൾമോസ്റ്റ് ഫിനിഷ് ആണ്. ഇപ്പൊ എന്താ പോസ് ചെയ്യേണ്ട ഗൈസ്? ഓക്കെ, സോറി ഗൈസ്. ഓക്കെ, എന്റെ എനിക്ക് ഔട്ട്ലൈൻ കൂടി കൊടുത്താൽ മതി ഗൈസ്. അല്ലെങ്കിൽ ബാക്ക് ഫിനിഷ് ആയി എനിക്ക് തന്നോട്ടാ. ഓക്കെ, finish back finish എന്താ and there you guys okay back finish അപ്പൊ ഗൈസ്, നമ്മുടെ എല്ലാവരുടെയും ഈ ഡ്രോയിങ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും ഡ്രോയിങ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. പിന്നെ എല്ലാവരുടെയും ഡ്രോയിങ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഫസ്റ്റത്തെ എന്റെ ഡ്രോയിങ് തന്നെ കൊടുക്കുന്നത് ഗൈസ്. അതാണ് ഗൈസ് എന്റെ ഡ്രോയിങ്. ഓക്കെ, ഇനി ബിലാലിന്റെ ആണ് ഗൈസ് ഡ്രോയിങ്. ഞാൻ കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് തന്നെ കുറച്ചെല്ലാം പോയെന്ന് അറിയില്ല. അത് ബിലാലിന്റെ ഇട്ട് വരുന്നതാണ് ഗൈസ്. പിന്നെ അത് ഒമറുടെ ഇട്ടും വരുന്നതാണ് ഇപ്പൊ കാണിക്കുന്നത് ഗൈസ്. വെയിറ്റ് ചെയ്യും. അത് ഒമറുടെ ആണ് ഗൈസ്.
അപ്പൊ ഗൈസ് നമ്മുടെ അപ്പൊ ഗൈസ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഒഫീഷ്യലി ഓവർ ആയിരിക്കുന്നു. അപ്പൊ ഗൈസ് ഇനി പോയിന്റ് ഇടലാണ്. ഓക്കെ, അപ്പൊ പോയിന്റ് എത്ര ഇട്ടാണ് വരുന്നത് എല്ലാവരും? ഓക്കെ ഗൈസ്, അപ്പൊ ഇത്താത്ത സ്കോറും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. സ്കോർ അറിയാൻ ഇനി ഇത്താത്തയുടെ മൈക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഏജ് വൈസ് അവര് എന്താണ് പറയാ ജഡ്ജ് ചെയ്തിട്ടാണോ ഉള്ള പോയിന്റ്സ് ആണത്. അപ്പൊ ഒമറിന് 2 പേരാണ് പോയിന്റ്സ് പറഞ്ഞത്. ആദ്യത്തെ ആള് ഒമറിന് 3.5 ആണ് കൊടുത്തത് ഔട്ട് ഓഫ് 5. പിന്നെ അടുത്ത ആള് പറയില്ല. സെക്കൻഡ് ആള് ഒമറിന് 4 കൊടുത്തിട്ടുണ്ട് ഔട്ട് ഓഫ് 5. അപ്പൊ ടോട്ടൽ ഔട്ട് ഓഫ് 10 ഒമറിന് 7.5 ആണ്. അപ്പൊ ഇനി അത് അടിയിലോട്ട് വെച്ചോ. ഇനി ന്യൂഹിന്റെ ഫസ്റ്റ് ആള് 4 ആണ് തന്നത് ഔട്ട് ഓഫ് 5. സെക്കൻഡ് ആള് ഔട്ട് ഓഫ് 5 3.5 ആണ് തന്നത്. അപ്പൊ ന്യൂഹിനും 7.5. ഇനി ലാസ്റ്റ് വൺ ബിലാലിന്റെ ആണ്. അപ്പൊ ബിലാലിന് ഫസ്റ്റ് ആൾ കൊടുത്തത് 4 ആണ്. സെക്കൻഡ് ആൾ കൊടുത്തത് 3.5 ആണ്. അപ്പൊ ഈ റൗണ്ട് ഒരു ടൈലാണ് അവസാനിച്ചേക്കുന്നത്. 3 പേർക്കും 7.5 ആണ്. പക്ഷെ അതില് ഒരാള് ബിലാലിന് ഒരു സ്പെഷ്യൽ മെൻഷൻ തന്നിട്ടുണ്ട്. അവന്റെ ഡ്രോയിങ് കുറച്ച് ചെറുതായി പോയി, അല്ലെങ്കിൽ അവൻ ചിലപ്പോ ഈ റൗണ്ടിൽ ലീഡ് ചെയ്തേനായിരുന്നു. അവന്റെ ഡ്രോയിങ് ആണ് ഏറ്റവും ഇതിൽ ഭംഗിയുള്ളത്. മുഖമൊക്കെ നല്ല രസമുള്ളത് അവന്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വലുതാവാത്തതിന്റെ പ്രശ്നമുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പോയിന്റ് കിട്ടിയാനായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ ശരിയാക്കാം. ഈ റൗണ്ടിൽ ഇപ്പൊ 3 പേരും ടൈ ആണ്. അപ്പൊ ഇനി നെക്സ്റ്റ് റൗണ്ടിനുള്ള പിക്ചർ തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് കാണാം. അപ്പൊ എല്ലാരും ഈ റൗണ്ടിൽ ടൈ ആയിരുന്നു ഗൈസ്. അപ്പൊ അടുത്ത റൗണ്ടിലോട്ടോ വാ.